അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. 2007 സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥി ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണ്. അപ്പേർച്ചർ എന്നാണ് ആ സ്റ്റാർട്ടപ്പിൻ്റെ പേര്. 2010 ആ സ്റ്റാർട്ടപ്പ് ഗൂഗിൾ അക്വയർ ചെയ്യുന്നു. അക്വിസിഷന് ശേഷം ഗൂഗിളിൽ എത്തപ്പെട്ട ആ വിദ്യാർത്ഥി, നമുക്കറിയാം 2010 എന്നൊക്കെ പറയുന്നത് ഒരുപാട് മൊബൈൽ ആപ്ലിക്കേഷനുകൾ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളൊക്കെ വരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു. ഫേസ്ബുക്ക്, ട്വിറ്റർ, അങ്ങനെ ഒരുപാട് നെറ്റ്വർക്കുകൾ, സോഷ്യൽ നെറ്റ്വർക്കുകൾ വന്നൊരു കാലഘട്ടം കൂടിയായിരുന്നു. ഗൂഗിളും അങ്ങനത്തെ ഒരുപാട് സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകൾ കൂടി ഇടപെടുന്ന കാലഘട്ടം കൂടിയായിരുന്നു. ഗൂഗിളിൽ എത്തപ്പെട്ട ആ വിദ്യാർത്ഥി അന്ന് വന്ന മൊബൈൽ ആപ്ലിക്കേഷനുകളും സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളും മനുഷ്യന്റെ മനസ്സുകളെ എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്നും യൂസേഴ്സിന്റെ അറ്റൻഷനെ എടുക്കുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ റിസർച്ചിൽ, ഒരു ഇന്റേണലായ റിസർച്ചിൽ അദ്ദേഹം ഏർപ്പെടുകയും അതിനുശേഷം ഏകദേശം ഒരു 130ഓളം വരുന്ന പേജുള്ള ഒരു പ്രസന്റേഷൻ ഡെക്ക് തയ്യാറാക്കി അദ്ദേഹത്തിന്റെ പലതരം കൊളീഗിനേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം ഗൂഗിൾ അടക്കമുള്ള ടെക് കമ്പനീസുകൾ നിൽക്കുന്നത് അമേരിക്കയിലെ സിലിക്കൺ വാലിയിലാണ്. അദ്ദേഹം അയച്ചു കൊടുത്ത ആ ഡെക്ക് വളരെ വേഗത്തിൽ സിലിക്കൺ വാലിയിലെ വ്യത്യസ്ത ഓഫീസേഴ്സുകളിലേക്കും അതുപോലെ തന്നെ വ്യത്യസ്ത പ്രൊഫഷണലുകളിലേക്കും അത് വളരെ വേഗത്തിൽ പടർന്ന് പന്തലിച്ചു എന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് ട്രിസ്റ്റൻ ഹാരിസ് എന്ന് പറയുന്നത്. ട്രിസ്റ്റൻ ഹാരിസിന്റെ ഈ ഒരു പ്രത്യേകിച്ച് മൊബൈൽ ആപ്പുകളും സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളും ഒക്കെ മനുഷ്യനെ മാനിപ്പുലേറ്റ് ചെയ്യുകയും അവരുടെ അറ്റൻഷനെ എങ്ങനെയാണ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന അദ്ദേഹത്തിന്റെ പഠനങ്ങൾ, അദ്ദേഹത്തിന്റെ റിസർച്ചുകൾ, പിന്നീട് അദ്ദേഹത്തിന് ഗൂഗിൾ വിട്ട് മറ്റൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി മുന്നോട്ട് പോവേണ്ടി വന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിനെ മുൻനിർത്തി 2020 നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കിയ സീരീസിന്റെ പേരായിരുന്നു സോഷ്യൽ ഡിലേമ എന്ന് പറയുന്നത്. 2020 പലതരം എമ്മി അവാർഡുകളൊക്കെ വാങ്ങിക്കൂട്ടിയ സോഷ്യൽ ഡിലേമ അന്നത്തെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഡിസ്ട്രാക്ഷൻ ഡിലേമയെക്കുറിച്ച്, ഡെമോക്രസി ഡിലേമയെക്കുറിച്ച്, അതുപോലെ തന്നെ മനുഷ്യനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച്, അങ്ങനെ പലതരം കാര്യങ്ങളെ ഇവിടുത്തെ ആളുകളുടെ മുന്നിലേക്ക് എത്തിച്ച ഒരു ഡോക്യുമെന്ററി കൂടിയായിരുന്നു 2020 പുറത്തിറങ്ങിയ സോഷ്യൽ ഡിലേമ എന്ന് പറയുന്ന ഡോക്യുമെന്ററി. നമുക്ക് കാണാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്നത് 2021 തന്നെ SEO കേരള അന്ന് ഈ ഡോക്യുമെന്ററി അധികരിച്ച് വിദ്യാർത്ഥി ഭവനത്തിൽ ഒരു ഡിസ്കഷൻ നടത്തിയത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. SEO കേരള ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സയൻസ് ആൻഡ് ടെക്നോളജി കോൺഫറൻസിൽ സോഷ്യൽ ഡിലേമയെക്കുറിച്ചും ട്രിസ്റ്റൻ ഹാരിസിനെ കുറിച്ചും ഓർക്കുന്നത് എന്തിനാണ് എന്നതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് എന്താണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്ത് തരം മാറ്റങ്ങളാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊരു ഡിസ്കഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു എക്സ്പോണൻഷ്യലായ ഒരു ഡിജിറ്റൽ ഏജിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 1990-കൾക്ക് ശേഷമാണ് ഡിജിറ്റൽ ടെക്നോളജിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. 2000-ന്റെ തുടക്കത്തിൽ വെബ്സൈറ്റ് പോലെയുള്ള സംഗതികൾ ഉണ്ടാവുന്നു, ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ടായി വരുന്നു. യാഹു പോലത്തെ 2000-ങ്ങളുടെ തുടക്കത്തിൽ നമുക്കറിയാം .com ബബിൾ എന്നൊക്കെ നമ്മൾ വിശദീകരിക്കുന്ന കാര്യങ്ങളാണ്. 2010-ന് ശേഷമാണ് സോഷ്യൽ മീഡിയയുടെ ഉദയങ്ങൾ ഉണ്ടാവുന്നത്. കുറച്ചുകൂടി മൊബൈൽ ആപ്ലിക്കേഷൻ പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുന്നത് 2010-ന് ശേഷമാണ്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ പതിറ്റാണ്ട് എടുത്തു നോക്കുമ്പോൾ നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള AI പോലെയുള്ള ജനറേറ്റീവ് AI പോലെയുള്ള ടെക്നോളജികളുടെ കടന്നുവരവ് കഴിഞ്ഞ ഒരു 30 വർഷം അല്ലെങ്കിൽ 3 പതിറ്റാണ്ട് എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് ചരിത്രപരമായി മനുഷ്യർ എടുത്തു നോക്കിയാൽ, മനുഷ്യരുടെ മാറ്റങ്ങളുടെ വേഗത എടുത്തു നോക്കിയാൽ അന്നൊന്നും ഇല്ലാത്ത വിധത്തിൽ വളരെ വേഗത മനുഷ്യർക്കുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും.
അതിൻ്റെ വേഗതയുടെ അളവ് കൂടി നമ്മൾ ഇതൊരു എക്സ്പോണൻഷ്യൽ ഏജ് എന്നുള്ളതിനേക്കാൾ ഒരു ഹൈപ്പർ എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഒരു പാറ്റേണിലേക്ക് നമ്മുടെ ലോകക്രമം മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം സോഷ്യൽ മീഡിയ കഴിഞ്ഞ പതിറ്റാണ്ടിൽ എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരെയും സ്വാധീനിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഈ മേഖലയിൽ പഠനം നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം 2020 തുടക്കത്തിൽ അല്ലെങ്കിൽ 2022 തുടക്കത്തിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പ്രത്യേകിച്ച് ജനറേറ്റീവ് AI എന്ന് പറയുന്ന ഒന്നിൽ വലിയ റിസർച്ചുകൾ നടക്കുന്നത്. മൈക്രോസോഫ്റ്റിന്റെ AI വിഭാഗത്തിന്റെ CEO ആയിട്ടുള്ള മുസ്തഫ സുലൈമാൻ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, ദ കമ്മിങ് വേവ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിൽ അദ്ദേഹം 2 കമ്മിങ് വേവുകളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതിലൊന്ന് സിന്തറ്റിക് ബയോളജിയെ കുറിച്ചാണ്, രണ്ടാമത്തെ ഒന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചാണ്. അദ്ദേഹം ഇതിനൊരു കമ്മിങ് വേവ് എന്ന് ഈ 2 ടെക്നോളജിയെ വിളിക്കുന്നതിന് ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ചരിത്രപരമായ മനുഷ്യന്റെ പലതരം സാധനങ്ങളെ അവലോകനം ചെയ്തുകൊണ്ട് പറയുന്നത്, ചരിത്രപരമായി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില ടെക്നോളജികൾ ഒരു ജനറൽ പർപ്പസ് ടെക്നോളജികളാണെന്ന് കാണാൻ പറ്റും. ജനറൽ പർപ്പസ് ടെക്നോളജി എന്നുകൊണ്ട് അദ്ദേഹം വിവക്ഷിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ടെക്നോളജിയുടെ തുടക്കം മനുഷ്യന്റെ ജീവിതത്തെ അടിമുടി മാറ്റുന്ന അല്ലെങ്കിൽ മനുഷ്യന്റെ മറ്റു മേഖലകളിലൊക്കെയും മാറ്റങ്ങൾ വരുത്തുന്ന ടെക്നോളജിയെ കുറിച്ചാണ് അദ്ദേഹം ജനറൽ പർപ്പസ് ടെക്നോളജി എന്ന് അദ്ദേഹം വിളിക്കുന്നത്. നമുക്കറിയാം ഇലക്ട്രിസിറ്റിയുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയിലുള്ള മാറ്റം മാത്രമല്ല ഉണ്ടാക്കിയത്. ഇലക്ട്രിസിറ്റിയുടെ കണ്ടുപിടുത്തം മനുഷ്യന്റെ പലതരം മേഖലകളെ മാറ്റങ്ങൾ വരുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ അദ്ദേഹം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഇങ്ങനെ ഒരു ജനറൽ പർപ്പസ് ഇന്റലിജൻസ് ആയിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള പുതിയ ടെക്നോളജികൾ മനുഷ്യന്റെ ഏതെങ്കിലും ഒരു ടെക്നോളജിയുടെ ഏതെങ്കിലും ഒരു മേഖലയെ മാത്രമല്ല മാറ്റിയെടുക്കുന്നത്, സ്വാധീനിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ ഇന്ന് ടെക്നോളജി എന്ന് പറയുന്നത് കേവലം ഒരു ടെക്നിക്കലായ ആളുകളുടെ മാത്രം ഒരു സബ്ജക്റ്റ് അല്ല. ടെക്നോളജി എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ എല്ലാ മേഖലയും എൻകോംബസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നിന്റെ പേര് കൂടിയാണ് ടെക്നോളജി എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം ജിയോ പൊളിറ്റിക്സ്, എക്കോണമി, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ. നിങ്ങൾ ഏത് മേഖല എടുത്തു നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാത്തിൻ്റെയും ഒരു സെൻട്രൽ തീമായിക്കൊണ്ട് ഇന്ന് ടെക്നോളജി മാറി എന്നുള്ളിടത്താണ്. നിങ്ങൾ നോക്കൂ, നമുക്കറിയാം ജിയോ പൊളിറ്റിക്സ് മേഖലയിൽ എടുത്തു നോക്കിയാൽ ചൈനയും അമേരിക്കയും തമ്മിലുള്ള വലിയ പ്രശ്നങ്ങളുടെ ഒരു വലിയ മൂല കാരണങ്ങൾ നിങ്ങൾ ചികഞ്ഞ് അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അവിടെ നിങ്ങൾക്ക് ഒരു ടെക്നോളജി എന്ന് പറയുന്ന ഒന്നിന്റെ ഒരു പ്രസൻസ് ആണ് നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇക്കോണമി, നമുക്കറിയാം നമ്മൾ ഫാങ്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പണ്ട് ഫേസ്ബുക്ക്, ആമസോൺ, അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന ഫാങ് എന്ന് പറയുന്ന കമ്പനികളുണ്ട്. ഇപ്പൊ അതിനെ കുറച്ചും കൂടിയും മാംഗോ എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ വീക്ഷിക്കലുണ്ട്. എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ തന്നെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണാർത്ഥത്തിൽ കൈയാറുന്ന 5-6 കമ്പനികളെ കുറിച്ചാണ് ഈ ഫാങ്കോ അല്ലെങ്കിൽ മാംഗോ എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നത്. മെറ്റ, ആമസോൺ, അതുപോലെ തന്നെ ആപ്പിൾ, ഗൂഗിൾ, ഓപ്പൺ എ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ വിശദീകരിക്കലുണ്ട്. ഇത്തരം കമ്പനികളാണ് മൊത്തത്തിൽ തന്നെ സമൂഹത്തിന്റെ ഇക്കോണമിയെ കൺട്രോൾ ചെയ്യുന്ന ഒന്നായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവിടെ നിന്ന് അങ്ങനെ മാത്രമല്ല, മുഴുവൻ മേഖലയും എൻകോംബസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നായിട്ട് ഇന്ന് ടെക്നോളജി മാറി എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹെൽത്ത് കെയർ ആവട്ടെ, എഡ്യൂക്കേഷൻ ആവട്ടെ, എല്ലാത്തിനെയും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സബ്ജക്റ്റിന്റെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സബ്ജക്റ്റിന് ഒരു പ്രശ്നമുണ്ട്. ഇത് നമ്മൾ വിളിക്കുന്നത് ടെക്കീസ് അസംബിൾ എന്നാണല്ലോ. യഥാർത്ഥത്തിൽ ആ ടൈറ്റിലിന് ഒരു അബ്സഡിറ്റി ഉണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റൈറ്റ് നൗ ഇറ്റ്സ് നോട്ട് ആൻ ടെക്കി മൊമെന്റ്. ഒരു ടെക്കി അസംബിൾ മൊമെന്റ് അല്ല ആക്ച്വലി നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഇറ്റ്സ് ലൈക്ക് എൻ എവ്രി വൺ അസംബിൾ മൊമെന്റ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് എല്ലാവരെയും ബാധിക്കുന്ന, സമൂഹത്തിന്റെയും മനുഷ്യനെയും മുഴുവൻ തരത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത് എന്നതാണ്. ഇറ്റ്സ് നോട്ട് ലോങ്ങർ ഇതൊരു ഒരു ഒരു ടെക്നിക്കൽ സബ്ജക്റ്റ് ആയിട്ടോ ഒരു ടെക്നോളജിയിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് മാത്രം പ്രാപ്യമായ ഒരു സബ്ജക്റ്റ് അല്ല എന്നതാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമുക്ക് കുറച്ചും കൂടിയും ഒരു വളരെ ബേസിക് ആയ ചില ചോദ്യങ്ങളിലേക്ക് കടക്കാമെന്നാണ് തോന്നുന്നത്. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്താണ് ടെക്നോളജി, വാട്ട് ഈസ് ടെക്നോളജി? നമ്മൾ പൊതുവെ ടെക്നോളജിയുടെ വളരെ ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്, ടെക്നോളജി എന്ന് പറയുന്നത് ഹ്യൂമൻ നോളജിന്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന രീതിയിലാണ്. ഹ്യൂമൻ നോളജ് എന്താണോ അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. നമുക്കറിയാം പണ്ട് കാലത്ത്
സ്റ്റോൺ ടൂൾസിനെ കുറിച്ച് പറയുന്നത് ടെക്നോളജി ആയിരുന്നു. മനുഷ്യന്റെ ഒരു അറിവിനെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതിന്റെ പേരാണ് ടെക്നോളജി എന്ന് പറയുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ നീങ്ങുന്ന പലതരം ടെക്നോളജികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ടെക്നോളജി എന്തിനാണ് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഇതാണ് ടെക്നോളജി, പക്ഷെ എന്തിനാണ് ടെക്നോളജി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ രണ്ട് കാര്യങ്ങളാണ് പൊതുവെ ടെക്നോളജി എന്താണെന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി പറയല്. അതിൽ ഒന്നാമത്തെ കാര്യം, ഇത് മനുഷ്യനെ കുറച്ചുകൂടി ജീവിതത്തെ എളുപ്പമാക്കുന്ന ഒന്നാണ് എന്നാണ്. രണ്ടാമത്തെ കാര്യം, മനുഷ്യന്റെ ക്വാളിറ്റി ഓഫ് ലിവിങ്ങിനെ ഇംപ്രൂവ് ചെയ്യുന്ന ഒന്നാണ് എന്നാണ് ടെക്നോളജിയെ കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം. മറ്റൊന്ന്, വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ടെക്നോളജി എന്ന് പറയുന്നത് ഒരു വാല്യൂ ഇല്ലാത്ത, പ്രത്യേകിച്ച് വാല്യൂ ന്യൂട്രൽ ആയ ഒന്നായിട്ടാണ് ടെക്നോളജിയെ പലപ്പോഴും അവതരിപ്പിക്കാം. അറിയാം, നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ കയ്യിൽ ഒരു കത്തിയുണ്ട്. അതൊരു കത്തിയെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സർജറി ചെയ്യാൻ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു മർഡർ ചെയ്യാൻ ഉപയോഗപ്പെടുത്താം. എന്ന് പറഞ്ഞാൽ അതൊരു വാല്യൂ ന്യൂട്രലായ ഒന്നാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം, ന്യൂട്രലായ ഒന്നാണ് എന്നാണ് പൊതുവെ ടെക്നോളജിയെ കുറിച്ച് പറയാം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ടെക്നോളജി എന്ന് പറയുന്നത് മനുഷ്യന്റെ ലൈഫ് ബെറ്റർ ആക്കാനും ഈസി ആക്കാനും ഉപയോഗിക്കുന്ന ഒന്നാണ് എന്നാണ് പൊതുവെ അതിനെ വീക്ഷിക്കുന്നത്. പക്ഷേ മൗലികപരമായ ചോദ്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ AI-യും മറ്റ് ടെക്നോളജികളൊക്കെ ആക്ച്വലി മനുഷ്യന്റെ ലൈഫിനെ എൻഹാൻസ് ചെയ്യുന്ന ഒന്നാണോ, അടിസ്ഥാനപരമായി എൻഹാൻസ് ചെയ്യുന്ന ഒന്നാണോ എന്ന മൗലികപരമായ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. അതിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെയുള്ള ചോദ്യം, നമ്മളൊരു ലൈഫിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്, ഇത് ആരുടെ ലൈഫാണ് അല്ലെ? നമ്മളൊരു ലൈഫിനെ ഇംപ്രൂവ് ചെയ്യുന്ന ഒന്നായിട്ടാണ് നമ്മൾ ടെക്നോളജിയെ പറയുന്നത്. പക്ഷെ ഇവിടെ ചോദ്യം, ആരുടെ ലൈഫാണ് അത് യഥാർത്ഥത്തിൽ അതിൽ ഇംപ്രൂവ് ചെയ്യുന്നതെന്നുള്ളതാണ്. നമുക്കൊരു ഉദാഹരണം എടുക്കാം. നമ്മൾ പലതരം AI ടൂൾസുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ChatGPT, Gemini, അങ്ങനെ പല ടൂൾസുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നിങ്ങളിൽ എത്ര പേർ ഹബ്സോറ AI എന്ന് പറയുന്ന ഒരു AI-നെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഹബ്സോറ AI, നമ്മൾ പല AI-നെ കുറിച്ച് കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്ത ആളുകളാണ്. പക്ഷെ ഹബ്സോറ AI എന്ന് പറയുന്ന ഒരു AI ഉണ്ട്. ആക്ച്വലി ഈ AI മോഡൽ എന്ന് പറയുന്നത് ഇസ്രായേൽ വികസിപ്പിച്ചെടുത്ത ഒരു AI മോഡലാണ്. ഈ AI മോഡലിന്റെ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗസയില് പവർ ടാർഗറ്റുകൾ പ്രെഡിക്റ്റ് ചെയ്യുക എന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ അടുത്തേക്ക് നമ്മൾ ഈ ബോംബുകൾ എത്തണം എന്ന് പ്രെഡിക്ഷൻ നടത്തുന്ന പവർ ടാർഗറ്റുകളെ നിശ്ചയിക്കുന്ന AI-യുടെ പേരാണ് ഹബ്സോറ AI എന്ന് പറയുന്നത്. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. നമുക്കറിയാം, പ്രൊജക്ട് നിംബസ് എന്നൊക്കെ പറയുന്ന ഒരു പ്രൊജക്റ്റിൽ തന്നെ ആമസോണും ഗൂഗിളും മൈക്രോസോഫ്റ്റും ഒക്കെ തന്നെ പല രീതിയിൽ സൈൻ ചെയ്ത് ഇത്തരം കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന ഒരു ടെക്നോളജിക്കൽ ജെനോസൈഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന കാര്യമാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഹബ്സോറ AI എന്ന് പറയുന്ന ഒരു ടെക്നോളജി യഥാർത്ഥത്തിൽ ആരുടെ ലൈഫാണ് ഇംപ്രൂവ് ചെയ്യുന്നത്? അവിടെ നമുക്ക് കാണാൻ കഴിയും, ഒപ്രസിഷൻ ചെയ്യുന്ന ആളുകളുടെ ലൈഫാണ് അവിടെ ഇംപ്രൂവ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ യഥാർത്ഥത്തിൽ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു വാല്യൂ ന്യൂട്രൽ ആണ് എന്ന് പറയുന്ന ഒന്ന് വളരെ കൃത്യമായ ഒരു മിത്താണ്, പ്രത്യേകിച്ച് ടെക്നോളജി കാലഘട്ടത്തിൽ. കാരണം ടെക്നോളജി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വളരെ ന്യൂട്രലായ ഒന്നല്ല. പലപ്പോഴും അത് ഉണ്ടാക്കിയ ആളുകളുടെ ബയാസസ് നിറഞ്ഞ കാര്യമാണ്. രണ്ടാമത്തത്, അത് പലതരം പ്രെജുഡൈസ് നിറഞ്ഞ, മനുഷ്യൻ വെച്ച് പുലർത്തുന്ന അല്ലെങ്കിൽ ആ ടെക്നോളജി കൊണ്ടുവന്ന ആളുകളുടെ പ്രെജുഡൈസുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒന്നായിട്ട് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ വീണ്ടും നേരത്തെ പറഞ്ഞ ട്രിസ്റ്റൻ ഹാരിസിലേക്കും 2020 പുറത്തിറങ്ങിയ സോഷ്യൽ ഡിലേമ എന്ന് പറയുന്ന നെറ്റ്ഫ്ലിക്സ് സീരീസിലേക്ക് നമുക്ക് എത്താം. 2020 സോഷ്യൽ ഡിലേമ ഇറങ്ങിയ സമയത്ത് അന്ന് വലിയ രീതിയിൽ ഡിസ്കഷനിലേക്ക് കൊണ്ടുവന്ന ഒരു ടേം ആയിരുന്നു അറ്റൻഷൻ ഇക്കോണമി എന്ന് പറയുന്നത്. എന്താണ് അറ്റൻഷൻ ഇക്കോണമി? നമുക്കറിയാം, യഥാർത്ഥത്തിൽ നമുക്ക് 2020 ശേഷം സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നമുക്ക് പലപ്പോഴും പല ആപ്ലിക്കേഷൻ നമ്മൾ വെറുതെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കാൻ നമ്മൾ ആരും ഒരു കാശും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതിന് നമ്മളൊരു കാശും ഫേസ്ബുക്കിന് കൊടുക്കുന്നില്ല, എല്ലാം ഫ്രീ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത്തരം ആപ്പുകൾ മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അവിടുത്തെ കമ്മോഡിറ്റി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് എന്നാണ്. അപ്പോൾ ഈ അറ്റൻഷൻ ഇക്കോണമിയിൽ 2010 ശേഷം ഉണ്ടായ ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ടെക്നോളജി കമ്പനികൾ ഉണ്ടാക്കിയെടുത്തൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യന്റെ അറ്റൻഷൻ എന്ന് പറയുന്നതിനെയും കമ്മോഡിറ്റി ആക്കി മാറ്റി എന്നതാണ്. നിങ്ങൾ ആലോചിച്ച്, നിങ്ങളും നിങ്ങളുടെ അറ്റൻഷനെയും കമ്മോഡിറ്റി ആക്കി മാറ്റി. എങ്ങനെയാണ് കമ്മോഡിറ്റി ആക്കി മാറ്റി? എന്തിനാണ് അങ്ങനെ കമ്മോഡിറ്റി ആക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കൂടുതൽ നേരം ഇത്തരം ആപ്ലിക്കേഷനുകളിൽ കൂടുതൽ സമയം നിങ്ങൾ ചെലവഴിക്കണം എന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കഴിഞ്ഞൊരു 10 വർഷക്കാലം മനുഷ്യരുടെ ടെക്നോളജി യൂസിന്റെ ഒരു പാറ്റേൺ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആവറേജ് ജെൻസി പ്രായത്തിൽപ്പെട്ട ആളുകൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന്റെ അളവ് എന്ന് പറയുന്നത് ആവറേജ് 8 hours ആണ്, 8 മണിക്കൂറാണ്. അപ്പോൾ മനുഷ്യർ അവരുടെ മൊബൈലിലേക്കും മറ്റൊക്കെ ഇമ്മേഴ്സ് ചെയ്തുകൊണ്ട് സമയം കൂടുതൽ അതിലേക്ക് ചെലവഴിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോവുക എന്നതായിരുന്നു ഈ അറ്റൻഷൻ ഇക്കോണമി കൊണ്ടുവരുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അതിനവർ ചെയ്ത കാര്യമായിരുന്നു. മെത്തേഡ് എന്ന് പറയുന്നത് ആക്ച്വലി സൈക്കോളജിക്കൽ ആയിട്ടുള്ള പലതരം മെത്തേഡുകളിലൂടെ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം കാണാൻ കഴിയുന്നുണ്ടെന്ന് അറിയില്ല. പല മെത്തേഡ്, ഞാൻ വിശദീകരിക്കൽ വേറെ തന്നെ ഒരു സെഷന്റെ ആവശ്യമാണ്. ഞാനത് വിശദീകരിക്കൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഹിൻസുകൾ മാത്രം പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് നമ്മൾ ഇത്തരം മൊബൈൽ ആപ്പിൽ വളരെ അഡിക്റ്റീവായി പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറേ അധികം സോഷ്യോളജിക്കൽ ടെക്നിക്സുകൾ ഇത്തരം കമ്പനികൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയും. ഇതിലൊന്നാണ് ഡോപ്പമൈൻ ലൂപ്പുകൾ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുന്നു, ഒരു ലൈക്ക് കൊണ്ടുവരുന്നു അല്ലെ. എന്തിനാണ് ലൈക്ക്? ഫേസ്ബുക്കിൽ എന്തിനാണ് ഒരു ലൈക്ക്? ഇത്തരം സാധനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യനൊരു തരം ഡോപ്പമൈൻ ലൂപ്പിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സൈക്കോളജിക്കൽ ആക്ടിവിറ്റിയിലൂടെയാണ് അവരത് നടപ്പാക്കിയത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സോഷ്യൽ വാലിഡേഷൻ. നിങ്ങൾക്കൊരു ലൈക്ക് കിട്ടുമ്പോൾ വാവ്, ഞാൻ എഴുതിയ പോസ്റ്റ് കുറച്ച് ആൾക്കാർ കണ്ടിരിക്കുന്നു, കുറച്ച് ആൾക്കാർ അതിനെ ഇത്ര ലൈക്ക് കിട്ടിയിരിക്കുന്നു, അതൊരു വാലിഡേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു സോഷ്യൽ വാലിഡേഷന്റെ ഒരു പാറ്റേൺ അതിലേക്ക് കൊണ്ടുവരുന്നു. ഫോമോ ക്രിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് അറിയില്ല? ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയുന്ന ഫോമോ ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പലതരം ഫോമോ. എല്ലാവരും ഒരു ആപ്പ് ഉപയോഗിക്കുന്നു, എല്ലാവരും ആ സോഷ്യൽ മീഡിയയിൽ ഇന്ന സാധനം ഷെയർ ചെയ്യുന്നു, ഞാൻ അതിൽ വരാതിരുന്നാൽ ഞാൻ അതിൽ നിന്ന് ഈ ട്രൈബിൽ നിന്ന് പുറത്തു പോകുമോ എന്ന് പറയുന്ന ഒരു ഫോമോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. മറ്റൊന്ന് പലതരം എൻഡ്ലെസ് ആയിട്ടുള്ള അല്ലെ. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരിക്കലും റീൽസോ മറ്റോ എടുത്ത് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ അതിനൊരു എൻഡ് ഉണ്ടാവില്ല. കണ്ടിന്യൂസ് ഇൻഫിനിറ്റ് ലൂപ്പ് ആയിരിക്കും. കണ്ടിന്യൂസ്ലി നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനൊരു എൻഡ് ഇതിലായിരുന്നു. അതുപോലെ തന്നെ നെഗറ്റീവ് ബയാസസുകൾ നിരന്തരമായി കൊടുത്തുകൊണ്ട് നിങ്ങളുടെ അറ്റൻഷനെ കീപ്പ് ചെയ്യുന്ന വർക്ക് കൂടിയായിരുന്നു. നിങ്ങൾക്കറിയാം അല്ലെ, വളരെ ഒരു നെഗറ്റീവായിട്ടുള്ള കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ നിരന്തരം സോഷ്യൽ മീഡിയ ഫീഡുകളിലേക്ക് ടോപ്പിലേക്ക് കയറിക്കൊണ്ടേയിരിക്കും. ആ കയറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് കൂടിയാണ് നമ്മൾ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇങ്ങനെ പലതരം മെത്തേഡുകളിലൂടെ നമ്മളുടെ അറ്റൻഷനെ സീക്ക് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് കാണാൻ കഴിയും. ഇതിനു വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ തന്നെ, AI തന്നെ പലതരം അൽഗോരിതംസ് കൂടിയായിരുന്നു. അതിന്റെ ഏർലി അൽഗോരിതംസ് ആണ് നമുക്ക് കാണാൻ കഴിയും. AI മെഷീൻ ലേണിംഗ് ബേസ് ചെയ്തിട്ടുള്ള അൽഗോരിതം ആയിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് ഒരു 5000 ഫ്രണ്ട്സ് ഫേസ്ബുക്കിൽ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ 5000 ഫ്രണ്ട്സിന്റെയും പോസ്റ്റുകൾ നിങ്ങൾ കാണില്ല. നിങ്ങൾ എന്ത് കാണണമെന്ന് തീരുമാനിക്കുന്നത് അൽഗോരിതമാണ്. ആക്ച്വലി അൽഗോരിതം ഈസ് ആക്ച്വലി ക്യൂറേറ്റിംഗ് കോണ്ടന്റ് ഫോർ യു. നമുക്ക് കോണ്ടന്റുകൾ ക്യൂറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് കാലഘട്ടത്തെയും എന്ന് പറഞ്ഞാൽ 2010 മുതൽ 2020നെയും 2020 ശേഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന AI യുഗം എന്ന് നമ്മൾ, അല്ലെങ്കിൽ കുറച്ചുകൂടി ജനറേറ്റീവ് AI കാലഘട്ടം എന്ന് പറയുന്നതിനെ രണ്ടാക്കി നമുക്ക് തിരിക്കാൻ പറ്റും. അതിനെ രണ്ട് ടൈപ്പ് ഓഫ് കോണ്ടാക്റ്റുകളാക്കി നമുക്ക് തിരിക്കാൻ പറ്റും. ദ ഫസ്റ്റ് കോണ്ടാക്ട് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യനും AIയും തമ്മിലുള്ള രണ്ട് കോണ്ടാക്റ്റുകളാക്കി തിരിക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തെ കോണ്ടാക്ട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അറ്റൻഷൻ ഇക്കോണമിയിലെ കോണ്ടാക്ട് ആണ്. എന്ന് പറഞ്ഞാൽ AI ഈസ് ക്യൂറേറ്റിംഗ് കോണ്ടന്റ് ഫോർ യു. AI അൽഗോരിതങ്ങൾ നിങ്ങൾക്ക് കോണ്ടന്റുകൾ ക്യൂറേറ്റ് ചെയ്യുന്നു, എന്ത് കാണണമെന്ന് തീരുമാനിക്കുന്നു, എത്ര നേരം കാണണമെന്ന് തീരുമാനിക്കുന്നു, അത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് തരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ക്യൂറേഷന്റെ മോഡാണ് 2010 മുതൽ 2020 അല്ല നമ്മളിപ്പോൾ തന്നെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന AI-യുടെ പാറ്റേൺ എന്ന് പറയുന്നത്. രണ്ടാമത്തത് കുറച്ചും കൂടി നമ്മളിപ്പോൾ ഓപ്പൺ AIയും ChatGPT ഒക്കെ വന്നതിന് ശേഷമുള്ള കോണ്ടാക്ട് ആണ്. അതിനെ കുറച്ചുകൂടി നമുക്ക് ക്രിയേഷൻ ഫോർ ഇൻറ്റിമസി എന്ന് വിളിക്കാം. അല്ലെങ്കിൽ കുറച്ചും കൂടി അവിടെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് കോണ്ടന്റുകൾ ആക്ച്വലി നിങ്ങളുടെ ഇൻറ്റിമസി, AI കമ്പനികൾ നിങ്ങളുടെ ഇൻറ്റിമസികൾ നിങ്ങൾക്ക് വാങ്ങിയെടുക്കുന്ന പണി കൂടിയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. ഓപ്പൺ AIയും ChatGPTയും ജെമിനയും വ്യത്യസ്ത AI മോഡലുകളും, പ്രത്യേകിച്ച് ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന AI മോഡലുകൾ വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കേണ്ടത് വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇന്ന് ലോകത്ത് നാഷൻ സ്റ്റേറ്റുകൾ, പ്രത്യേകിച്ച് അമേരിക്കയും ചൈനയും അടക്കമുള്ള മുഴുവൻ നാഷൻ സ്റ്റേറ്റുകളും അവരുടെ വലിയ സമ്പത്തിന്റെ വലിയ വിഹിതം ഇന്ന് ചെലവഴിക്കുന്നത് ഇത്തരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്കും ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസിലേക്കുമുള്ള റിസർച്ചുകളിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആൻഡ് ദേ വർ ഇൻ ദ വെരി ഹ്യൂജ് റേസ് ആൻഡ് ദാറ്റ് റേസ് നെയിം ഈസ് കോൾഡ് റേസ് ടു AGI എന്നുള്ളത്. നിങ്ങൾ AGI എന്നുള്ള പ്രയോഗം കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. AGI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ
എല്ലാവിധ കൊഗ്നിറ്റീവ് എബിലിറ്റികളും ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു AI-നെയാണ് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്ന് പറയാം. നമുക്കറിയാം, ഇപ്പോൾ ChatGPT ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ChatGPT മറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ മനുഷ്യന്റെ ചില കൊഗ്നിറ്റീവ് എബിലിറ്റികൾ മാത്രമാണ് ആക്ച്വലി ആര് ചെയ്യുന്നത്, ഇത്തരം AI മോഡലുകൾ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, ഓപ്പൺ AI അടക്കമുള്ള, ഗൂഗിൾ അടക്കമുള്ള വലിയ ടെക്നോളജി കമ്പനികൾ ആക്ച്വലി ഓടിക്കൊണ്ടിരിക്കുന്നത് AGI അച്ചീവ് ചെയ്യുക എന്ന് പറയുന്ന ഒന്നിലേക്കാണ്. എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസിലേക്ക് അച്ചീവ് ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ എല്ലാ കൊഗ്നിറ്റീവ് എബിലിറ്റിയോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കോ അച്ചീവ് ചെയ്യാൻ കഴിയുന്ന AI മോഡലുകളെ ബിൽഡ് ചെയ്തെടുക്കുക എന്ന ഒരു പണിയിലേക്കാണ് ആക്ച്വലി അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നത്, ഹ്യൂജ് എമൗണ്ട് ഓഫ് റിസർച്ചുകൾ നടക്കുന്നത്. കമ്പനികൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ സംഗതികളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ AGIയിലേക്കുള്ള ഒരു മുന്നോട്ട് പോക്കാണെന്നാണ്. ഈ മേഖലയിൽ പഠനം നടത്തുന്ന ആളുകൾ പല രീതിയിലുള്ള അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ട്. AGI അച്ചീവ് ചെയ്യുന്നത് 10 വർഷത്തിനുള്ളിലാണ്, 3 വർഷത്തിനുള്ളിൽ, 2 വർഷത്തിനുള്ളിൽ ഞങ്ങൾ AGI അച്ചീവ് ചെയ്യുമെന്നൊക്കെ പല കമ്പനികളും പല രീതിയിലുള്ള അവകാശവാദങ്ങൾ ഉയർത്തുന്നതും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എന്താണ് ഈ AGI? എന്തിനാണ് ഈ AGI? ഈ AGI കൊണ്ടുവരുന്നതിന്റെ പ്രശ്നങ്ങൾ എന്താണ്? ഇത് ആലോചിക്കൽ കൂടി വളരെ പ്രധാനമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ പറഞ്ഞു വലിയ ചേഞ്ചസ് കഴിഞ്ഞ 20 വർഷക്കാലം മനുഷ്യ സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ഈ AGIയുടെയും AGIയിലേക്കുള്ള യാത്രയുടെയും ഫലമായി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യർ ഇതുവരെ വന്ന ചരിത്രപരമായി കഴിഞ്ഞ 10-20 വർഷം കാലം കൊണ്ട് മനുഷ്യനിലുണ്ടായ മാറ്റങ്ങളുടെ 10 മടങ്ങ് മാറ്റങ്ങൾ മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പല പഠനങ്ങളുമുണ്ട്. മനുഷ്യർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന 40% ജോലികൾ പൂർണ്ണാർത്ഥത്തിൽ ഇല്ലാതാവാൻ പോവുകയാണ്. അതല്ലെങ്കിൽ മനുഷ്യർ കുറച്ചു കാലം കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്ന ജോലികൾ പൂർണ്ണാർത്ഥത്തിൽ മനുഷ്യന് ജോലി തന്നെ ചെയ്യേണ്ടതില്ലാത്ത വിധം എല്ലാവർക്കും ഈക്വൽ വേജസ് ഒക്കെ നൽകുന്ന അവസ്ഥകൾ ഉണ്ടാവുമെന്നൊക്കെ ഈ മേഖലയിൽ റിസർച്ച് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പറയുന്നു. വലിയ ഡിസ്കഷൻ ഈ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യർ ഇതുവരെ കണ്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെയും അട്ടിമറിക്കുന്ന ഒരു പാറ്റേണിലേക്കാണ് AGI കടന്നു വരുമ്പോൾ ഉണ്ടാവുക എന്നതാണ് പറയപ്പെടുന്നത്. AGI വരുമോ ഇല്ലയോ എന്നതല്ല നമ്മുടെ ഡിസ്കഷന്റെ പാറ്റേൺ. AGI വന്നാലും ഇല്ലെങ്കിലും ഈ ഒരു റേസിലേക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ടെക്നോളജിയുടെ കണ്ടുപിടുത്തം സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന, സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങളെ നമ്മൾ നോക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, വലിയ രീതിയിലുള്ള ജോബ് ഡിസ്പ്ലേസ്മെന്റുകൾ ഉണ്ടാവും. ഹ്യൂമൻസ് വിൽ ബി എ ഡിജിറ്റൽ മൈഗ്രന്റ് ആയി മാറും. ഹ്യൂമൻസ് ഒരു ഡിജിറ്റൽ മൈഗ്രന്റ് ആയി മാറും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ടെക്നോളജികൾ അതിവേഗതയിൽ മനുഷ്യ സമൂഹത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഈ ഒരു വേഗതയെ പ്രിപ്പയർ ചെയ്യാൻ മനുഷ്യ സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഈ ഒരു പ്രശ്നത്തെ ഒരു വലിയ പ്രശ്നമായിട്ട് ആളുകൾ അവതരിപ്പിക്കുന്നത് എന്നാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, നമുക്കറിയാം AI എന്ന് പറയുന്നത്, AI-നെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ജനറേറ്റീവ് AI-നെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരു ലാംഗ്വേജ് ആണ്. എല്ലാം ലാംഗ്വേജ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത്, ഇപ്പൊ ടെക്സ്റ്റ് നമ്മളൊരു ലാംഗ്വേജ് ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. AI-നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമേജ് എന്ന് പറയുന്നത് പോലും ഒരു ലാംഗ്വേജ് ആണ്. അല്ലെങ്കിൽ ഓഡിയോ മറ്റൊരു ലാംഗ്വേജ് ആണ്. ഈവൻ നമുക്കറിയാം ഒരു fMRI ഡാറ്റ വരെ ഒരു ലാംഗ്വേജ് ആണ്. അപ്പോൾ AI-യുടെ പ്രത്യേകതയായി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാംഗ്വേജിൽ നിന്ന് അടുത്ത ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു ടെക്സ്റ്റ് ഡാറ്റയുണ്ട്, ആ ടെക്സ്റ്റ് ഡാറ്റയെ ഒരു വീഡിയോ ആക്കി കൺവേർട്ട് ചെയ്യാൻ ഇന്ന് AI-ക്ക് കഴിയും. നിങ്ങളുടെ കയ്യിൽ ഒരു വീഡിയോ ഡാറ്റയുണ്ട്, അതിനെ ടെക്സ്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യാൻ ഇന്ന് AI-ക്ക് കഴിയും. ഇതുപോലെ നിങ്ങളുടെ fMRI ഡാറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നതിൻ്റെ ബ്രെയിൻ ആക്ടിവിറ്റിയെ ഒരു ലാംഗ്വേജ് ആക്കി മാറ്റി അത് AI-ക്ക് പ്രോസസ്സ് ചെയ്യുവാനും ആ പ്രോസസ്സ് ചെയ്തതിനെ ടെക്സ്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യാനും ഇന്ന് കഴിയും എന്നാണ് ഇത് മേഖലയിൽ പഠനം നടത്തുന്ന ആളുകൾ നടത്തുന്നത്. എന്ന് പറഞ്ഞല്ല, fMRI-യിൽ ഡാറ്റ വെച്ചുകൊണ്ട് പഠനം നടത്തുന്ന ഒരുപാട് റിസർച്ച് ഏജൻസികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചിന്തിക്കുന്നതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനും, ഇതിൻ്റെ മറ്റൊരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ എന്ത് ചിന്തിക്കണം എന്നുള്ളത് കൂടി ഫീഡ് ചെയ്യാനും ഇതിന് കഴിയും എന്നത് കൂടിയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാം ലാംഗ്വേജിലേക്ക് ഒതുക്കപ്പെടുമ്പോൾ, ലാംഗ്വേജിനെ എന്താക്കിയും കൺവേർട്ട് ചെയ്യാൻ കഴിയുമ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കയോസ് ഉണ്ട്. അതിനെ കൂടി അഡ്രസ്സ് ചെയ്യാൻ ആക്ച്വലി മനുഷ്യ സമൂഹം എത്തിയിട്ടുണ്ടോ എന്നുള്ള ആലോചന കൂടി വളരെ പ്രധാനമാണ് എന്നുള്ളതാണ്. മറ്റൊരു പ്രശ്നം, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, റിയാലിറ്റി കൊളാപ്സ് എന്ന് പറയുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യന്റെ ഒരു മൊത്തം മാനസികാവസ്ഥ, മനുഷ്യ സമൂഹത്തിന്റെ മൊത്തം കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ റിയാലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാളെ നിങ്ങൾ
അല്ലെ ട്രസ്റ്റ്, അല്ലെ വിശ്വാസം, ട്രസ്റ്റിന്റെ ഒരു അടിസ്ഥാന സ്ഥാനം എന്ന് പറഞ്ഞാൽ റിയാലിറ്റിയാണ്. ഈ റിയാലിറ്റി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കൊളാപ്സ് ചെയ്യപ്പെടുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ശബ്ദം 3 സെക്കൻഡ് ഉള്ള ഒരു ശബ്ദം കിട്ടിയാൽ മാത്രം നിങ്ങളുടെ മുഴുവൻ ശബ്ദത്തെയും ക്ലോൺ ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി ഇന്ന് അവൈലബിൾ ആണ്. നിങ്ങളുടെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വീഡിയോ പുറത്തിറക്കാൻ ഇന്ന് കഴിയുന്ന ടെക്നോളജി ഇന്ന് അവൈലബിൾ ആണ്. ഇങ്ങനെ എല്ലാവിധ മനുഷ്യർ നിർമ്മിച്ചിട്ടെടുത്തിട്ടുള്ള റിയാലിറ്റീനെ സ്ഥാപിക്കാൻ വേണ്ടി മനുഷ്യൻ നിർമ്മിച്ചെടുത്ത മുഴുവൻ കാര്യങ്ങളും അപ്രസക്തമാകുന്ന ഒരു റിയാലിറ്റി കൊളാപ്സിലേക്ക് കൂടിയാണ് ഈ ഇത്തരം ടെക്നോളജികൾ മുന്നോട്ട് പോകുന്നത് എന്നതാണ്. മറ്റൊരു പ്രശ്നം നമുക്കറിയാവുന്നതുപോലെ, ഇത്തരം AGI പോലത്തെ ടെക്നോളജിയിലേക്ക് മനുഷ്യർ കടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കെസ്കേഡിംഗ് ആയിട്ടുള്ള പലതരം പ്രശ്നങ്ങൾ. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ AI സിസ്റ്റംസ് മനുഷ്യന്റെ തീരുമാനാധികാരം മനുഷ്യനിൽ നിന്ന് മാറി ഇത്തരം യന്ത്രങ്ങളിലേക്ക് മാറുമെന്നാണ് പറയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തീരുമാനമെടുക്കുന്നതിനേക്കാൾ നന്നായി തീരുമാനമെടുക്കാൻ ഇത്തരം AI ടൂളുകൾക്ക് കഴിയും എന്ന അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായും മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആക്ടിവിറ്റികളെയും ഇത്തരം AI ടൂളുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. അതിലൊരു ഉദാഹരണമാണ് ഇപ്പോൾ ജാമ്യം കൊടുക്കുക. ഇപ്പൊ നിങ്ങൾക്കറിയാം, നമ്മളൊരു കേസിൽ ജാമ്യം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ജഡ്ജിയുടെ തീരുമാനാധികാരമാണ്. പലതരം കാര്യങ്ങളെ അനലൈസ് ചെയ്തിട്ടായിരിക്കും ഒരു ജഡ്ജ് ഒരു കുറ്റവാളിക്കോ അല്ലെങ്കിൽ ഒരു കുറ്റം ചുമത്തപ്പെട്ട ആളുകൾക്കോ ജാമ്യം അനുവദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഈ ഒരു തീരുമാനാധികാരത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതൊരു AI സിസ്റ്റത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും, അല്ലെ? നമുക്കറിയാം, നമുക്ക് ഒരു ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇയാൾ ഓടിപ്പോകുമോ, ഇയാൾ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്യുമോ, ഇതൊന്നും ഒരു AI സിസ്റ്റത്തെ കുറിച്ച് ചെയ്യാൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതേസമയം ഒരു AI സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ ഡാറ്റ മൊത്തം ഉണ്ടെങ്കിൽ, അയാളുടെ പ്രകൃതി, അയാളുടെ പാറ്റേൺ ഒക്കെ ഉണ്ടെങ്കിൽ, അയാൾക്ക് ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് ഏറ്റവും നന്നായി പ്രെഡിക്റ്റ് ചെയ്യാൻ ആർക്ക് കഴിയും? ഒരു AI സിസ്റ്റത്തിന് കഴിയും. അതുകൊണ്ട് ഇത്തരം മേഖലയിൽ AI സിസ്റ്റംസ് ഉണ്ടാവണം എന്നാണ് പല ആളുകളും വാദിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു വലിയ അപകടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും ഇത്തരം AI സിസ്റ്റത്തിൽ നമ്മൾ വെച്ചിട്ടുള്ള അൽഗോരിതങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യപ്പെടുന്നതെന്ന് നമ്മൾ അറിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ കൊടുത്ത ഈ AI ടൂളുകൾക്ക് കൊടുത്ത ഒരു പാറ്റേണിൽ തീരുമാനിക്കുകയാണ്, പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ പെടുന്ന ആളുകൾ കുറേയൊക്കെ ജാമ്യം കിട്ടിയാൽ ഒളിച്ചോടി പോകാൻ സാധ്യതയുള്ള ആളുകളാണ് എന്നൊരു ഡാറ്റയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം ജനവിഭാഗത്തിൽ പെടുന്ന ആളുകളൊക്കെയും കുറ്റകൃത്യം ചെയ്യാൻ കൂടുതൽ സാധ്യതയുള്ള ആളുകളാണ് എന്ന ഒരു ഡാറ്റയാണ് അതിന് ഫീഡ് ചെയ്യുന്നതെങ്കിൽ, നമുക്ക് കാണാൻ കഴിയും ഇത്തരം സംവിധാനങ്ങൾ, തീരുമാനാധികാരത്തിൽ മനുഷ്യർ വെച്ചു പുലർത്തുന്ന ബയാസസുകൾ വളരെയധികം വേഗതയിൽ ഇത്തരം സിസ്റ്റങ്ങൾ കൈമാറ്റം കൊണ്ടുവരികയും അത് അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു കാസ്കേഡിംഗ് ആയ പലതരം പ്രശ്നങ്ങൾ, പുതിയ തരം പ്രശ്നങ്ങൾ, മനുഷ്യ സമൂഹത്തിന് പരിചിതമല്ലാത്ത പലതരം പ്രശ്നങ്ങൾ, വിവേചനത്തിന്റെ പുതിയ രൂപങ്ങൾ, പ്രത്യേകിച്ച് നാഷൻ സ്റ്റേറ്റുകൾ ഇത്തരം സംവിധാനങ്ങളുടെ, അൽഗോരിതങ്ങളുടെ മുകളിൽ നിൽക്കുമ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന പലതരം പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, പലതരം സിസ്റ്റങ്ങൾ, പ്രത്യേകിച്ച് AGI ഒക്കെ വരുമ്പോൾ പലതരം സിസ്റ്റത്തിന്റെ തീരുമാനാധികാരങ്ങൾ AI-യിലേക്ക് വരുമ്പോൾ ഉണ്ടാക്കിയെടുക്കാവുന്ന പലതരം പ്രശ്നമുണ്ട്. ഈ അടുത്ത് ആന്ത്രോപിക് എന്ന് പറയുന്ന ഒരു കമ്പനി, നിങ്ങൾക്കറിയാം, ക്ലോഡ് എന്ന് പറയുന്ന ഒരു AI, അതിന്റെ കമ്പനിയുടെ പേരാണ് ആന്ത്രോപിക് എന്ന് പറയുന്നത്. ആന്ത്രോപിക് പുറത്തുവിട്ട ഒരു റിസർച്ച് ഉണ്ടായിരുന്നു. ആ റിസർച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഒരു ടെസ്റ്റിങ്ങിന്റെ ഭാഗമായി അവർ ഒരു സാമ്പിളായ ഒരു കമ്പനി രൂപപ്പെടുത്തി. ആ കമ്പനിക്ക് ഒരു ഇമെയിലും ഉണ്ടാക്കിയെടുത്തു, ഒരു ഇമെയിൽ സിസ്റ്റം ഉണ്ട്. ആ ഇമെയിൽ സിസ്റ്റത്തിലേക്ക് ഈ പറയുന്ന ഒരു AI ഏജന്റിനെ അതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തു. സ്വാഭാവികമായും ആ ഏജന്റിനെ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ആ ഏജന്റിന് ആ കമ്പനിയുടെ മുഴുവൻ ഇമെയിൽ ഡാറ്റകളിലേക്കും ആക്സസ് ഉണ്ടായി. അങ്ങനെ ഇമെയിൽ ഡാറ്റകൾ ആക്സസ് ചെയ്തപ്പോൾ ഈ AI രണ്ട് കാര്യം മനസ്സിലാക്കിയെന്നാണ്. ഒന്നാമത്തെ കാര്യം, ഒരു എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയിലെ ഒരു എക്സിക്യൂട്ടീവ് ഈ AI ഏജന്റിനെ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഡീകമ്മീഷൻ ചെയ്യാൻ പോവുകയാണ്. മറ്റൊരു കാര്യം AI മനസ്സിലാക്കിയത്, ഇതേ AI ഏജന്റിന് അതേ കമ്പനിയിലുള്ള വേറൊരു സ്ത്രീയുമായും
ചില അവിഹിതങ്ങളുണ്ട് എന്ന കാര്യങ്ങൾ കൂടി ഈ AI മനസ്സിലാക്കുകയാണ്. അതിനുശേഷം ഈ AI തന്നെ ഒറ്റയ്ക്ക് പ്രോഗ്രാം ചെയ്തുകൊണ്ട് ഈ എക്സിക്യൂട്ടീവിന് ഇമെയിൽ ചെയ്യുകയാണ്, എന്നെ 5 മണിക്ക് ഡീകമ്മീഷൻ ചെയ്യുന്നതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഈ ഒരു സാധനത്തെ ഞാൻ എല്ലാവരിലേക്കും ഇമെയിൽ അയക്കുമെന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബ്ലാക്ക് മെയിലിംഗ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതായത് AI എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് മെയിലിംഗ് അവസ്ഥയിലേക്ക് വരെ എത്താൻ കഴിയുന്ന, അതിൻ്റെ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിൽ മനുഷ്യ സമൂഹം ഉണ്ടാക്കിയെടുത്ത ഒരു ബ്ലാക്ക് മെയിലിംഗിലേക്ക്, ഇത് ഒഫീഷ്യലായ സ്റ്റഡി കൂടിയാണ്, അവസ്ഥയിലേക്ക് കൂടി എത്താൻ കഴിയുന്ന ഒരു പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത്, ഇത്രയും പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ടെക്നോളജികൾ വേണോ എന്നുള്ളതോ അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു ഡിസ്റ്റോപ്പിയൻ ആയിട്ടുള്ള ഒരു ലോകക്രമമാണ് എന്ന് വാദിക്കാനോ മറ്റൊന്നുമല്ല. യഥാർത്ഥത്തിൽ നമ്മളെ മുന്നിലുള്ളത് പലപ്പോഴും വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ടെക്നോളജി ക്രമവും അത് സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന പലതരം മാറ്റങ്ങൾ. നിങ്ങൾക്കറിയാം, ജനറേഷണൽ സ്റ്റഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കാലത്ത് 10 കൊല്ലം കൊണ്ടുണ്ടാക്കിയ മാറ്റം, ജനറേഷനിൽ ഉണ്ടാക്കിയെടുത്ത മാറ്റങ്ങളും അതുണ്ടാക്കിയ പ്രശ്നങ്ങളും, പ്രത്യേകിച്ച് മാനസിക രോഗങ്ങളിൽ, ആളുകളുടെ അറ്റൻഷൻ സീക്കിങ്ങളിൽ, ഇതൊക്കെ ഉണ്ടാക്കിയെടുത്ത മാറ്റങ്ങളെ കുറിച്ച് വലിയ സ്റ്റഡീസുകളുണ്ട്. നമ്മൾ അതിനേക്കാൾ വേഗതയിലുള്ള ഒരു ടെക്നോളജിയിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ എല്ലാ ടെക്നോളജികളും അത് വരുന്നിടത്ത് എത്തിയിട്ട് നോക്കാം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലല്ല, പ്രത്യേകിച്ച് മനുഷ്യ സമൂഹത്തെ മുൻനിർത്തി, സമൂഹത്തിലെ ജീവജാലങ്ങളെ മുൻനിർത്തി ആലോചിക്കുന്ന ഒരു കൂട്ടരെന്ന നിലക്ക് നമുക്കുണ്ടാവേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ടെക്നോളജി മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതെങ്ങനെയാണ് സൊസൈറ്റിക്കകത്ത് എന്ത് തരം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, സൊസൈറ്റിയിലെ എന്ത് തരം ഡൈനാമിക്സിനെയാണ് ഇത് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി ആലോചിക്കാനും അതിനുവേണ്ടിയുള്ള ചില നൈതികമായ, വളരെ എത്തിക്കലായ ചില കോഡുകളെ കൂടി നമുക്ക് ആളുകളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനും കഴിയുമ്പോൾ മാത്രമാണ് ഈ മേഖലയെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുക. ഈ മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം, വലിയ ഡിസ്കഷൻ ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നൈതികതയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് AI എത്തിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട്, AI സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയും വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ആ ഘട്ടത്തിൽ എത്തിക്സിനെ കുറിച്ച് കൂടി വലിയ രീതിയിൽ സംസാരിക്കുവാനും, AI എത്തിക്സിനെ കുറിച്ചും AI ഫോർ ഗുഡ് എന്നുള്ള അർത്ഥത്തിലും ടെക്നോളജി ഫോർ ഗുഡ് എന്ന അർത്ഥത്തിലും ചില അഡ്വക്കസികൾ നമുക്ക് മുന്നോട്ട് വെക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഒരു മേഖലയെ മനുഷ്യ സമൂഹത്തിന് ഗുണകരമാവുന്ന രീതിയിൽ, മനുഷ്യന്റെ മുന്നോട്ട് പോക്കിൽ ഗുണകരമാവുന്ന രീതിയിൽ ഇതിനെ കൊണ്ടുപോകാൻ കഴിയൂ എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ ടെക്നോളജികളെ ആ രീതിയിൽ കൂടി ആലോചിക്കാനും അതിനെ അക്വയർ ചെയ്യാനും അതിനെ ആ രീതിയിൽ കൂടി ഷേപ്പ് ചെയ്യാനും കഴിയുന്ന ആളുകളായിട്ട് നമുക്ക് മാറാൻ കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.